സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ എന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ പോലെയാണ്. ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സ്ട്രക്ചർ എന്നത് ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഉദാഹരണമായി ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് സ്റ്റുഡൻസ് ഡീറ്റെയിൽസും എക്സാം ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനാണെങ്കിൽ ആദ്യമായി ഒരു സ്ട്രക്ചർ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ മെമ്പേഴ്സായി സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ, നെയിം തുടങ്ങിയ എൻറ്റിറ്റി ആഡ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത സ്ട്രക്ചറായ എക്സാം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾക്ക് സെപ്പറേറ്റ് ആയി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ട്രക്ചർ എന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. നമ്മുടേതായിട്ടുള്ള ഒരു മെമ്മറി ടൈപ്പ് സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ തുടങ്ങിയ ഡാറ്റ ടൈപ്പുകളാണ്. എന്നാൽ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ നമ്മളുടേതായ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനാണ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. സ്ട്രക്ചർ നെയിം, ഓപ്പൺ ബ്രേസസ്, ഡാറ്റ ടൈപ്പ്, എലമെന്റ്, സെമിക്കോളൻ, അടുത്ത എലമെന്റ്, സെമിക്കോളൻ, സ്ട്രക്ചർ ക്ലോസ് ചെയ്ത് ഓബ്ജക്റ്റ് നെയിം. ഉദാഹരണമായി ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. സ്ട്രക്ചർ പ്രോഡക്ട്സ്, ഇതിനകത്ത് സ്ട്രക്ചർ മെമ്പേഴ്സ് ആണ് പ്രോഡക്റ്റ് നെയിം, അതായത് നെയിം, അതിൻ്റെ പ്രൈസ് ആണ് ഫ്ലോട്ട് പ്രൈസ്. ഇനി നമുക്ക് എവിടെയാണോ ഈ സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സിന് വാല്യൂസ് കൊടുക്കേണ്ടത് അവിടെ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതായത് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഡിഫൈൻഡ് മെമ്മറിയാണ് ഇപ്പോൾ പ്രോഡക്ട്സ്. ഈ പ്രോഡക്ട്സിൻ്റെ വേരിയബിളാണ് ആപ്പിൾ. അതേപോലെ തന്നെ മറ്റ് വേരിയബിളാണ് ഓറഞ്ച്, മെലൺ. ഇതേ രീതിയിൽ യൂസറിന് തന്നെ ഒരു മെമ്മറി ഡിഫൈൻ ചെയ്ത് അതിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ സ്ട്രക്ചർ മുഖേന സാധിക്കുന്നതാണ്. എങ്ങനെയാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിലേക്ക് എങ്ങനെ അല്ലെങ്കിൽ സ്ട്രക്ചർ മെമ്പേഴ്സിന് എങ്ങനെ വാല്യൂസ് കൊടുക്കാമെന്നും നമ്മൾക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ സ്ട്രക്ചർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നോക്കാം. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അതിനിവിടെ സ്റ്റുഡ് എന്ന നെയിം നൽകിയിരിക്കുന്നു. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡാണ് സ്ട്രക്ട്. ഇതിലെ മെമ്പേഴ്സ് ആണ് ഇൻറ്റിജർ ടൈപ്പായ റോൾ നമ്പർ. നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലെ നെയിം അറേ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. 2 സബ്ജക്റ്റ് മാർക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2. സ്റ്റുഡൻറ്റ് ടോട്ടൽ മാർക്ക്, അതായത് 2 സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ മാർക്ക് എന്നൊരു വേരിയബിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്ട്രക്ചർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. സ്ട്രക്ചർ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ സെമിക്കോളൻ നൽകേണ്ടതാണ്. ഇനി മെയിൻ ഫംഗ്ഷൻ തൊട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മെയിൻ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കം എപ്പോഴും മെയിൻ ഫംഗ്ഷനിൽ നിന്നായതുകൊണ്ട് സ്ട്രക്ചർ ഓബ്ജക്റ്റ് എപ്പോഴും മെയിൻ ഫംഗ്ഷനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ ഓബ്ജക്റ്റ് ആണ് സ്റ്റുഡ്, അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം ആണ് സ്റ്റുഡ്. ഇതിൻ്റെ ഓബ്ജക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് യെസ്. ഇവിടെ സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റുള്ള ഡാറ്റ ടൈപ്പ് വേരിയബിൾ പോലെ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറും. ഉദാഹരണമായി മറ്റ് വേരിയബിൾ, അതായത് ഇൻറ്റിജർ, ഫ്ലോട്ട് തുടങ്ങിയ ഡാറ്റ ടൈപ്പുകൾ പോലെ തന്നെയാണ് ഇവിടെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഓബ്ജക്റ്റും. ഇതിനെ യൂസർ ഡിഫൈൻഡ് മെമ്മറി എന്ന് പറയുന്നു. അതായത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറിയുടെ ഓബ്ജക്റ്റ് ആണ് ഇവിടെ യെസ്. അടുത്തതായി സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് കാണിക്കുകയാണ്. എൻ്റർ സ്റ്റുഡൻറ്റ് റോൾ നമ്പർ. എൻ്റർ ചെയ്യുന്ന റോൾ നമ്പർ സ്ട്രക്ചർ ഓബ്ജക്റ്റിലെ റോൾ നമ്പർ എന്ന് പറയുന്ന മെമ്പറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നെയിം എൻ്റർ ചെയ്യുന്നത് എൻ്റർ സ്റ്റുഡൻറ്റ് നെയിം എന്ന മെസ്സേജ് കാണിക്കുന്നു. അതോടൊപ്പം നെയിം എൻ്റർ ചെയ്യുന്നത് സ്ട്രക്ചർ മെമ്പറിലെ നെയിം എന്ന വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാർക്ക് 1, മാർക്ക് 2. ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായി സ്ട്രക്ചറിലെ മറ്റൊരു മെമ്പറാണ് ടോട്ടൽ മാർക്ക്. ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി എസ് ഡോട്ട് ടോട്ടൽ മാർക്ക് ഈക്വൽ ടു എസ് ഡോട്ട് സബ്ജക്റ്റ് 1 പ്ലസ് എസ് ഡോട്ട് സബ്ജക്റ്റ് 2. ഇനി ടോട്ടൽ മാർക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ്, എസ് ഡോട്ട് ടോട്ടൽ മാർക്ക്. അതിനുശേഷം സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. റോൾ നമ്പർ, നെയിം,
അതോടൊപ്പം തന്നെ ടോട്ടൽ മാർക്ക്. ഇവിടെ പുതിയൊരു കീവേഡ് പഠിക്കാം, എൻഡ് ലൈൻ, ENDL ലൈൻ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന /n പകരമായി സിഔട്ട് എന്ന സ്റ്റേറ്റ്മെന്റിൽ ENDL എന്ന വാക്ക് അല്ലെങ്കിൽ കീവേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് അടുത്ത ലൈൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ അടുത്ത ലൈൻ പ്രിന്റ് ചെയ്യുന്നത്. അതായത് ലൈൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ENDL എന്ന ഈ കീവേഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ ആദ്യമായി സ്റ്റുഡന്റ് റോൾ നമ്പർ നൽകുകയാണ്. അതിനുശേഷം സ്റ്റുഡന്റ് നെയിം, ഫസ്റ്റ് സബ്ജക്ട് മാർക്ക്, അതോടൊപ്പം തന്നെ സെക്കൻഡ് സബ്ജക്ട് മാർക്ക്. എൻ്റർ ചെയ്യുമ്പോൾ സ്റ്റുഡന്റ് റോൾ നമ്പർ, നെയിം, ടോട്ടൽ മാർക്ക് തുടങ്ങിയവ സ്ട്രക്ചറിൽ നിന്നും ഇവിടേക്ക് പ്രിന്റ് ചെയ്തതായി കാണാം. സ്ട്രക്ചർ ഉപയോഗിച്ച് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്ട്രക്ചറിലേക്ക് സ്റ്റോർ ചെയ്ത് അതിനെ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനെ ഇവിടെ ഒരു സ്ട്രക്ചർ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, അതായത് സ്ട്രക്ചർ സ്റ്റുഡ്. അതിനുശേഷം അതിനകത്ത് മെമ്പേഴ്സാണ് റോൾ നമ്പർ, നെയിം, സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, ഫ്ലോട്ടിംഗ് പോയിന്റ് ഒബ്ജക്റ്റ് ആയ ടോട്ടൽ മാർക്ക്. ഇവിടെ മെയിൻ ഫംഗ്ഷനിലേക്ക് വരാം. മെയിൻ ഫംഗ്ഷനിൽ സ്ട്രക്ചർ എന്ന ഡാറ്റ ടൈപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് സ്ട്രക്ചർ വേരിയബിൾ യെസ്, അതിൻ്റെ സൈസ് 20 പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻ്റർ ചെയ്യുന്നു. അത് n എന്ന് പറയുന്ന ഈ ഒരു ലിമിറ്റ് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ സ്ട്രക്ചറിൻ്റെ സൈസ് നമ്മൾ 20 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സൈസ് ലിമിറ്റ് നൽകുമ്പോൾ 20യോ അതിൽ താഴെ ആയിരിക്കണം. അതിനുശേഷം സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. എൻ്റെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഓരോ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യമായി സ്റ്റുഡൻറ്റ് റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നത് s/0.roll number എന്ന മെമ്മറി ലൊക്കേഷനിലേക്കായിരിക്കും പോകുന്നത്. അതേപോലെ തന്നെ സ്റ്റുഡൻറ് നെയിം s/0.name എന്ന ലൊക്കേഷനിലേക്ക് സബ്ജക്റ്റ്, സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, അതോടൊപ്പം തന്നെ ടോട്ടൽ മാർക്കും, അതായത് s/0.subject1 പ്ലസ് s/0.subject2 ആഡ് ചെയ്ത് s/0.total മാർക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേ രീതിയിൽ ലൂപ്പ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നതും എൻ്റർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അതാത് പൊസിഷനിലേക്ക്, അതായത് s/0, s/1 തുടങ്ങിയ സ്ട്രക്ചർ പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. ഇനി സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നു. സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനുശേഷം പ്രിന്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കുന്നു, അതായത് പ്രിന്റിംഗ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്നൊരു മെസ്സേജ് നൽകി അടുത്തതായി ലൈൻ ക്ലിയർ ചെയ്യുന്നു. ഇനി ഹെഡിങ്ങിനായി, അതായത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായി ഒരു ഹെഡിങ് നമ്മൾ നൽകുകയാണ്. ഇതിനായി ഇവിടെ COUTനകത്ത് റോൾ നമ്പർ, ദെൻ /t എന്ന് പറയുന്നത് ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഹെഡിങ് പ്രിന്റ് ചെയ്യുന്നത്. അതായത് റോൾ നമ്പർ എന്ന ഹെഡിങ് പ്രിന്റ് ചെയ്ത് കീബോർഡിൽ നമ്മൾ ടാബ് എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ എത്രമാത്രം സ്പേസിലാണ് കർസർ മൂവ് ചെയ്യുന്നത് അതിനനുസൃതമായി, അല്ലെങ്കിൽ അത്രയും ദൂരത്തിൽ ഒരു ടാബ് സ്പേസ് വിട്ടതിന് ശേഷം അടുത്തതായി നെയിം പ്രിന്റ് ചെയ്യും, സബ്ജക്റ്റ് ടു ടോട്ടൽ. ഇത് ഒരു പ്രാവശ്യം, ഈ ഹെഡിങ് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്തതിന് ശേഷം അടുത്തതായി ഫോർ ലൂപ്പിലേക്ക് വരുന്നതാണ്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യേണ്ടത്. ആദ്യമായി റോൾ നമ്പറിന് തൊട്ട് താഴെ പ്രിന്റ് ചെയ്യേണ്ടത് റോൾ നമ്പറാണ്, അതായത് ഹെഡിങ്ങിന് താഴെ പ്രിന്റ് ചെയ്യേണ്ടത് റോൾ നമ്പറാണ്. അടുത്തതായി നെയിം, അതേപോലെ തന്നെ സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2. ഇവിടെ ഓരോന്നും പ്രിന്റ് ചെയ്തതിന് ശേഷം സ്പേസ് ആവശ്യമുണ്ട്. അതിനാണ് ഡബിൾ കോഡ്സിനകത്ത് വീണ്ടും /t എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ രീതിയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യുന്നു. അതായത് ആദ്യം ഹെഡിങ് പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം s/0.roll number, അതായത് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് റോൾ നമ്പർ, ഒരു ടാബ് സ്പേസ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റുഡൻറ്റ് തന്നെ നെയിം, അതിനുശേഷം സബ്ജക്റ്റ് 1 മാർക്ക്, സബ്ജക്റ്റ് 2 മാർക്ക്, അതോടൊപ്പം തന്നെ ടോട്ടൽ മാർക്ക്. ഇതേ രീതിയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് റോൾ നമ്പർ, നെയിം, സബ്ജക്റ്റ് മാർക്ക്, ടോട്ടൽ മാർക്ക് ഇതേ രീതിയിൽ പ്രിന്റ് ചെയ്യുന്നതാണ്. ഈ പ്രോഗ്രാം ഇവിടെ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ആദ്യം ഇതിനെ കമ്പയർ ചെയ്യുകയാണ്. ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് ഔട്ട്പുട്ടിലേക്ക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആദ്യമായി റോൾ നമ്പർ എൻ്റർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു. ദെൻ സ്റ്റുഡൻറ്റ് നെയിം,
ഫസ്റ്റ് സബ്ജക്റ്റ് മാർക്ക്, അതായത് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റ് മാർക്ക്, ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സെക്കൻഡ് സബ്ജക്റ്റ് മാർക്ക്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് റോൾ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇത് ലൂപ്പിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആവുന്നതും നമ്മൾ എൻ്റർ ചെയ്യുന്നത് S(1) എന്ന ലൊക്കേഷനിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എൻ്റർ ചെയ്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ സെക്കൻഡ് സബ്ജക്റ്റ് മാർക്ക്. ദെൻ ഇതേ രീതിയിൽ മൂന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണ്. നാലാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇതാ ഡീറ്റെയിൽസ് ഇത്രയും നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസും അതേപോലെ തന്നെ സബ്ജക്റ്റ് മാർക്കും അതിൻ്റെ ടോട്ടൽ മാർക്കും സ്ക്രീനിലേക്ക് ഔട്ട്പുട്ടായി പ്രിന്റ് ചെയ്ത് വന്നതായി കാണാം. ഇതേ രീതിയിൽ സ്ട്രക്ചർ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് n നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ സ്ട്രക്ചർ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് n നമ്പർ ഓഫ് ഓബ്ജക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ഏതിനു വേണ്ടിയാണോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സ്ട്രക്ചറിൻ്റെ n നമ്പർ ഓഫ് ഓബ്ജക്ട്സ് നമ്മൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ട്രക്ചറിനെ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് യൂണിയൻ. സ്ട്രക്ചർ ഒരു ഓബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു മെമ്പറിന് ഒരു ഓബ്ജക്റ്റ് ഉപയോഗിച്ച് എല്ലാ മെമ്പേഴ്സിനും വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ യൂണിയന് ഓരോ ഓബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോ മെമ്പറിനും ഓരോ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സ്ട്രക്ചർ മൾട്ടി ഡയമെൻഷണൽ അറേ ഫോർമാറ്റിൽ അല്ലെങ്കിൽ കോളം റോ ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ യൂണിയൻ റോ ഫോർമാറ്റിൽ മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുകയുള്ളൂ.